ലേവ്യ പുസ്തകം 18-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരിക്കുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പുപോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പുപോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ ആരും തനിക്ക് സംബന്ധമുള്ള യാതൊരുത്തനെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. ഞാൻ യഹോവയാകുന്നു. നിന്റെ അപ്പൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാകുന്നു. അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിന്റെ അപ്പൻ്റെ നഗ്നതയല്ലോ. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ നിന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത്. അവരുടെ നഗ്നത നിന്റെ തന്നെയല്ലയോ. നിന്റെ അപ്പന് ജനിച്ചവളും അവൻ്റെ ഭാര്യയുടെ മകളുമായവളുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിന്റെ സഹോദരിയല്ലോ. അപ്പൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ അപ്പൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലയോ. അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലയോ. അപ്പൻ്റെ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കരുത്. അവൻ്റെ ഭാര്യയോട് അടുക്കുകയുമരുത്. അവൾ നിന്റെ ഇളയമ്മയല്ലയോ. നിന്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത്. അവൾ നിന്റെ മകൻ്റെ ഭാര്യയല്ലോ. അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിന്റെ സഹോദരൻ്റെ നഗ്നതയല്ലോ. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെ നഗ്നത അനാവൃതമാക്കരുത്. അവളുടെ മകൻ്റെയോ മകളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവരെ പരിഗ്രഹിക്കുകയുമരുത്. അവർ അടുത്ത ചാർച്ചക്കാരല്ലോ. അത് ദുഷ്കർമ്മം. ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിച്ചാൽ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവളെ കൂടെ പരിഗ്രഹിക്കരുത്. ഒരു സ്ത്രീ ഋതുനിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവളോട് അടുക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധനാക്കരുത്. നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലേക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. സ്ത്രീയോട് എന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്. അതും മ്ലേച്ഛത. യാതൊരു മൃഗത്തിനോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധമാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടും കൂടെ ശയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും അരുത്. അത് നികൃഷ്ടം. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാൽ ഒക്കെയും തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛത ഒക്കെ നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത്. ആരെങ്കിലും ഈ സകല മ്ലേച്ഛതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവനെ അവരുടെ ദേശത്ത് നിന്നും ഛേദിച്ചു കളയണം. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നു ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും ഇരുപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം.
ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇങ്ങനെ 18-ാം അധ്യായം അവസാനിക്കുന്നു.